മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും വസ്തുക്കൾ പുറപ്പെട്ടാൽ ഉളുവങ്ങ് മുറിഞ്ഞു. മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്ന കുളി നിർബന്ധമാകുന്ന കാര്യത്തെ ഉലമാക്കൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായാലും മതി. പക്ഷെ പുറപ്പെടുന്നത് മുൻദ്വാരത്തിലൂടെയാകണം. മുൻദ്വാരം ഒരാൾക്ക് അടഞ്ഞുപോയാലോ, പൊക്കിളിന്റെ താഴെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ദ്വാരമിട്ടാൽ ആ ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും ഒതുമുറിയും. പൊക്കിളിന്റെ മുകളിലിട്ടാൽ അത് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പൊക്കിളിന്റെ താഴെയുള്ള ദ്വാരത്തിലൂടെ സാധാരണയുള്ള ദ്വാരമാണെങ്കിലും അല്ലാതെ ടെക്നിക്കല ഇട്ട ദ്വാരമാണെങ്കിലും അതിലൂടെ പുറപ്പെട്ടാൽ ഒതുമുറിയും. മൂത്രം തന്നെയാകണമെന്നില്ല, കാഷ്ടം തന്നെയാകണമെന്നില്ല. ഒരാള് ഗൾഫിൽ നിന്ന് വരാൻ നേരത്ത് കസ്റ്റംസ് പിടിക്കുമെന്ന് വിചാരിച്ചൊരു കോയിൻ അങ്ങ് വിഴുങ്ങി ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് എടുക്കാന്ന് വിചാരിച്ച്, അങ്ങനെ ആ കോയിൻ പുറത്തു വന്നാലും ഒതു അങ്ങ് മുറിയും. ഗോൾഡാണെന്ന് വിചാരിച്ച് ഒതു മുറിയാതിരിക്കില്ല. ഇനി ഒരു ചരൽക്കല്ല് എങ്ങനെയോ വയറ്റിൽ പെട്ടുപോയി, അതിങ്ങ് പുറത്തുപോയി, ഒതു മുറിയും. സ്റ്റോണിന്റെ അസുഖമുള്ള ആള് സ്റ്റോൺ അത് മാത്രം ഇങ്ങ് തെറിച്ചുപോയി, ഒതു മുറിഞ്ഞു. ഇനി ഒന്നും വേണ്ട, ഈ കൃമിശല്യമുള്ളവരുണ്ടല്ലോ, നമ്മളിപ്പോ മസാല പറയല്ലേ, ഇനി കൃമിയാണെന്ന് വിചാരിച്ച് ആദരവോടെ പറയാൻ പറ്റും. അപ്പോ ഈ കൃമിശല്യമുള്ള ആളുകൾ, ആ കൃമി ഇങ്ങ് പുറത്തേക്ക് പോയാലും ഒതു മുറിഞ്ഞു. ഇനി പുറത്തേക്ക് പോണോന്നൊന്നുമില്ല, മൂപ്പർക്ക് ദുനിയാവൊന്ന് കണ്ടാ കൊള്ളാന്ന് പറയാൻ ആഗ്രഹം. അങ്ങനെ വന്ന് തലയിട്ട് ലോകമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടില്ല, മൂപ്പരങ്ങ് തിരിച്ചു കയറിപ്പോയി, എന്നാലും ഒതു മുറിഞ്ഞു. അപ്പോ അതുപോലത്തെ എന്തെങ്കിലും വര ശല്യം അതൊക്കെ പുറത്തു ചാടി ഒതു മുറിഞ്ഞു. ബാസൂർ മൂലക്കുരുവിന്റെ അസുഖമുള്ളവർ, കുരു പൊട്ടി രക്തം പുറത്തു ചാടി ഒതു മുറിഞ്ഞു. അങ്ങനെ മൂത്രമാകട്ടെ, സ്ത്രീകൾക്ക് വെള്ളപോക്കെന്നും പറഞ്ഞൊരു അസുഖമുണ്ട്. അത് അങ്ങ് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് പുറത്തേക്ക് പോയാൽ ഒതു മുറിഞ്ഞു. അതല്ലാതെ വിയർപ്പോ നനവോ അങ്ങ് ഉള്ളിൽ നിന്ന് വരുന്നതല്ലാതെ പുറത്തു നിന്ന് ഒലിക്കുന്ന എന്തെങ്കിലും വിയർപ്പ് പോലത്തെ ദ്രാവകമോ അസുഖമോ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊതു മുറിയില്ല. പക്ഷെ വെള്ളപോക്ക് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് അത് പുറപ്പെട്ടാൽ ഒതു മുറിയും. അപ്പോ ഗ്യാസ് സാധനങ്ങള് അത് സാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അസാധാരണ പുറപ്പെടുന്നതാണെങ്കിലും അത്തരം സാധനങ്ങൾ പുറപ്പെട്ടു പോയാൽ ഒതു മുറിഞ്ഞു. ഇനി ഒതുവെടുത്തിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. പിന്നെ ഇസ്ലാം അനുവദിച്ചത് എന്താ? മൂത്രം ഇങ്ങനെ പോകുന്ന ശല്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാർ, ബ്ലീഡിങ്, ഹൈളിന്റെ പിരീഡ് മുൻകാലത്ത് കണക്ക് അറിയുന്ന സ്ത്രീകൾ ആ മുൻകാലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസം മാത്രം ഹൈളായി പരിഗണിക്കുകയും, ഉദാഹരണം പറഞ്ഞാൽ മുഹറം മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ സ്ത്രീക്ക് ഹൈള് പുറപ്പെടാറുള്ളത്. സഫർ മാസവും അങ്ങനെ തന്നെ. എന്നാൽ പിന്നെ അടുത്തൊരു മാസം ഈ സ്ത്രീക്ക് ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ 15 ദിവസവും മറികടക്കുമ്പോഴേ ബ്ലീഡിങ് എന്ന് പറയുകയുള്ളൂ. 15 ദിവസത്തിന്റെ ഉള്ളിൽ ദിവസം കുറഞ്ഞാലും ദിവസം കൂടിയാലും ഒക്കെ ഹൈള് തന്നെ, മെൻസസ് തന്നെ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറയാം, ഒരു സ്ത്രീക്ക് ഒരു മാസം 5 ദിവസം പുറപ്പെട്ടു, 5 ദിവസം ഹൈള് തന്നെ. പിറ്റേ മാസമായപ്പോ 7 ദിവസം പുറപ്പെട്ടു, 7 ദിവസം ഹൈള് തന്നെ. പിന്നേ ദിവസം ഒരു 9 ദിവസം പുറപ്പെട്ടു, 9 ദിവസം ഹൈള് തന്നെ. പിറ്റേ മാസം വീണ്ടും 5 ദിവസമായി, 5 ദിവസം ഹൈളുള്ളൂ. പിന്നൊരു മാസം 8 ദിവസമായി, അത്രേ ആയതുള്ളൂ. പിന്നെ ദിവസം 13, പിന്നെ ദിവസം 14, പിന്നൊരു ദിവസം അന്തവും ഇല്ല അറുതിയില്ല, ദാ പടച്ചവനെ 30 ദിവസവും. ഇങ്ങനെ പുറപ്പെട്ടാൽ 15 ദിവസത്തിന്റെ ഉള്ളിൽ കുറയുകയോ കൂടുകയോ
ബ്ലഡിന്റെ നിറം വ്യത്യാസപ്പെടുകയോ, ചുമപ്പോ കറുപ്പോ മഞ്ഞയോ ഗോൾഡോ എന്ത് കളറായാലും മാറിയും തിരിഞ്ഞും പുറപ്പെട്ടാലും അതെല്ലാം ഹൈള് തന്നെ. ആ പുറപ്പെടുന്ന ദിവസങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം പുറപ്പെടാതിരുന്നാൽ ആ ദിവസവും ഹൈള് തന്നെ. വ്യാഴാഴ്ച രാവിലെ പുറപ്പെട്ടിട്ട് പിന്നെ ഞായറാഴ്ചയാ പുറപ്പെടുന്നത്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇല്ല, എന്നാലും അത് ഹൈള് തന്നെ. അതിന്റെ കുളിയുടെ മസല ഞാൻ പറയാൻ വെച്ചിരുന്നതാണ്, പക്ഷെ ഇവിടെ ബ്ലീഡിങ് വന്നതുകൊണ്ട് ഞാനത് ഇവിടെ കയറ്റി പറയുകയാണ്. അപ്പോ ഒരു സ്ത്രീ ഹൈളായി പരിഗണിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം. ഒന്ന്, ആ സ്ത്രീക്ക് പുറപ്പെടുന്ന രക്തം പുറപ്പെട്ട സമയം കണക്കുകൂട്ടിയാൽ 24 മണിക്കൂറിൽ കുറയരുത്. 24 മണിക്കൂറിൽ കുറവേ ഉള്ളൂ. ദിവസം ഒരുപാടെടുത്തു എന്നാലും അത് ഹൈള് അല്ല. ആ സ്ത്രീ നിസ്കാരം മുടക്കാൻ പാടില്ല. ആ സ്ത്രീക്ക് കുളി നിർബന്ധവും ഇല്ല. ഉദാഹരണം പറയാം. ഒരു സ്ത്രീക്ക് 1-ാം തീയതി തിങ്കളാഴ്ച 2 മണിക്കൂർ രക്തം ഇടവിട്ട് പുറപ്പെട്ടു. ആ 2 മണിക്കൂറെ ആ ദിവസം പോയിട്ടുള്ളൂ. പിറ്റേ ദിവസം ചൊവ്വാഴ്ച വീണ്ടും പുറപ്പെട്ടു, അതൊരു 3 മണിക്കൂർ പുറപ്പെട്ടു. അത് എഴുതി വെക്കണം. പിന്നെ ആ ദിവസം പുറപ്പെട്ടിട്ടില്ല. ബുധനാഴ്ച വീണ്ടും ഒരു 4 മണിക്കൂർ പുറപ്പെട്ടു, അതും എഴുതി വെക്കണം. പിറ്റേന്ന് വീണ്ടും 1 മണിക്കൂറേ ഉള്ളൂ. വീണ്ടും പിറ്റേന്ന് 2 മണിക്കൂർ, പിന്നൊരു ദിവസം 3 മണിക്കൂർ, പിന്നെ ഇല്ല. അപ്പൊ ദിവസം 7 ദിവസമായി. പക്ഷെ 7 ദിവസം കൂടെ കണക്കൂട്ടുമ്പോ 16 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഈ 16 മണിക്കൂർ രക്തം പുറപ്പെട്ടത് കൊണ്ട് അവൾ അശുദ്ധിക്കാരിയല്ല, അവൾക്ക് അശുദ്ധിയില്ല, അവൾക്ക് നിസ്കാരം മുടക്കാൻ പാടില്ല. പിന്നെ പരിശോധിക്കാൻ വേണ്ടി നിസ്കാരം മുടക്കാം. ഇത് അശുദ്ധിയാണോ, എന്റെ ബ്ലഡ് എവിടം വരെ എത്തുമെന്ന് നേരത്തെ കണക്കൂട്ടലില്ലല്ലോ, 24 മണിക്കൂർ വരുമോ, പരിശോധനയ്ക്ക് വേണ്ടി നിസ്കാരം സ്റ്റേ ചെയ്യാം. പക്ഷേ അല്ലാന്ന് ബോധ്യപ്പെട്ടാൽ അവൾ ആ നിസ്കാരം മുഴുവൻ മടക്കണം, ഖളാ വിട്ടണം, നിർബന്ധമാണ്. ചിലപ്പോ പ്രായം കഴിഞ്ഞ 50ഉം 60ഉം ഒക്കെ വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാം. ബ്ലഡ് പുറപ്പെടും, പക്ഷേ ഈ പറയപ്പെട്ട നിബന്ധനയൊത്ത് 24 മണിക്കൂർ ഉണ്ടാകണമെന്നില്ല. ഒരു 5 മണിക്കൂർ, ഒരു 10 മണിക്കൂർ, ഒരു 20 മണിക്കൂർ, 23 മണിക്കൂർ, 23ഉം 55 മിനിറ്റും, എന്നാലും അവൾ ഹൈളുകാരിയല്ല. ഇമാം മഹല്ലി തന്റെ കിതാബുൽ മഹല്ലിയിൽ വളരെ ഗൗരവമായി വിശദമായി പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി തന്റെ തുഹ്ഫയിൽ വ്യക്തമായി കണിശമായി പറയുന്നു, അവൾ ഹൈളുകാരിയല്ല. അപ്പൊ ഹൈള് രക്തമായി മെൻസസായി പരിഗണിക്കണമെങ്കിൽ 24 മണിക്കൂർ സമയം ബ്ലഡിന്റെ നനവുണ്ടാകണം, എന്നാലേ അവൾ ഹൈളുകാരിയാവുന്നുള്ളൂ. അല്ലെങ്കിൽ 1 മാസം പരിശോധിക്കുക, നിസ്കാരം പെൻഡിങ്ങിൽ വെക്കുക. അടുത്ത മാസവും അങ്ങനെ തന്നെ ആണെങ്കിൽ നിസ്കാരം പെൻഡിങ്ങിൽ വെക്കണ്ട. ആദ്യത്തെ ദിവസം തന്നെ 2 മണിക്കൂർ ബ്ലഡ് കണ്ടു, മനസ്സിലായി ഇത് കഴിഞ്ഞ മാസത്തെ മോഡലാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, മൂത്രിച്ച് കഴുകുന്നത് പോലെ കഴുകി വൃത്തിയാക്കി സമയാസമയങ്ങളിൽ നിസ്കരിക്കുക. പിറ്റേന്നും പുറപ്പെടുമോ, പുറപ്പെട്ടോട്ടെ, മൂത്രം പോകുന്നതോടെ കണക്കൂട്ടിയാൽ മതി. പോയി കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക, റാഹത്തായിട്ട് നിസ്കരിക്കുക. അവൾക്ക് നിസ്കാരം മുടക്കാൻ പറ്റില്ല. ഒന്നേ. മറ്റൊരു കാര്യം ആ സ്ത്രീ മനസ്സിലാക്കേണ്ടത്, ഈ ബ്ലഡ് 15 ദിവസം മറികടക്കാൻ പാടില്ല. 15 ദിവസം മറികടന്നാൽ അതിന് ബ്ലീഡിങ് എന്ന് പറയും. 15 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് തരം ഏറ്റവ്യത്യാസവും ഏത് തരം കളർ വ്യത്യാസവും ഹൈളായിട്ട് തന്നെ കൂട്ടും. 24 മണിക്കൂർ സമയം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതും കൂട്ടുകയില്ല. ഓവർ ടൈം ആയിപ്പോയാൽ 15 ദിവസം മറികടന്നുപോയി, 15 ദിവസം മറികടന്നുപോയാൽ ആ പെൺകുട്ടി കുറെ നിയമം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു എളുപ്പവഴി ഞാൻ പറയാം, ബാക്കി വിശദീകരിക്കാൻ ഈ വൈകിയ വേളയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. എന്താണ് വിശദീകരിക്കാനുള്ളത്? ആ സ്ത്രീയുടെ മുൻകാല പീരീഡിനെ കുറിച്ച് ആ സ്ത്രീ ഒരു ഗവേഷണം നടത്തണം. മുൻകാല പീരീഡ് അവർക്ക് 7 ദിവസമാണെങ്കിൽ 1 മാസമെങ്കിലും കറക്റ്റ് 7 ദിവസം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 7 ദിവസം ഏത് ദിവസമാണെന്നും കൂടി ക്ലിപ്തമാക്കിയാൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു.
മാസത്തിന്റെ ആദ്യത്തിൽ 7 ദിവസമാണെന്ന് കണക്ക് കൂട്ടിയാൽ അതേ മാസത്തിന്റെ ആദ്യത്തിലുള്ള 7 ദിവസം ആ സ്ത്രീ ഹൈലായി കണക്ക് കൂട്ടുകയും 7ന്റെ അന്ന് കുളിക്കുകയും പിന്നെയുള്ള ബ്ലഡ് അവൾ മെൻസസ് ആയി കൂട്ടണ്ട, അത് ബ്ലീഡിംഗ് ആയി കൂട്ടുകയും ഓരോ ഒക്കത്തിലും അവർ നജസ് പുറപ്പെടുന്നത് പോലെ, മൂത്രം പുറപ്പെടുന്നത് പോലെ കണക്കാക്കി കഴുകി വൃത്തിയാക്കി നിസ്കരിക്കുകയും വേണം, കുളിക്കേണ്ടതില്ല. ഒരു പ്രാവശ്യം സാധാരണ ഡേറ്റ് തീരുമ്പോ കുളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ സ്ത്രീകൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഈ മെൻസസ് പീരീഡ്. അത് വളരെ കൃത്യമായും വളരെ ശ്രദ്ധയോടെയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ മുത്തഹിരീങ്ങളാകുന്ന മഹദിമാരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സുഹറ, മറിയം ബിബി റളിയല്ലാഹു അൻഹ പോലെ വിരലിലെണ്ണാവുന്ന ചില സ്ത്രീകൾക്ക് മാത്രം അല്ലാഹു തആല മെൻസസ് കൊടുക്കാതെ ആദരിച്ചിട്ടുണ്ട്. അല്ലാത്ത എല്ലാ സ്ത്രീകൾക്കും റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കും ഒക്കെ മെൻസസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത് ചോദിച്ചു പറഞ്ഞ് വിശദമായി പഠിച്ചാണ് അമൽ ചെയ്തത്. ആ കൂട്ടത്തിൽ നിങ്ങളും പെടണം. മെനക്കെട്ട് വൃത്തിയും ശുദ്ധിയും നിങ്ങൾ കൈകാര്യം ചെയ്താൽ അത്തുഹൂർ ശത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയും ശുദ്ധിയും വൃത്തിയുമാണ്. വൃത്തിയും ശുദ്ധിയും ഇതെന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല എന്നങ്ങാണം വിചാരിച്ചുകൊണ്ട് ഇതൊന്നും പഠിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല എന്നങ്ങാണം പറഞ്ഞ് ഒരു സ്ത്രീ പെൻഡിങ്ങിലായാൽ അവളുടെ ഈമാൻ കൊള്ളയടിക്കപ്പെട്ടു പോയി, അവളുടെ ഈമാൻ ഇബ്ലീസ് കൊണ്ടുപോയി. അത്തഹൂർ ശത്രുൽ ഈമാൻ. ഈമാനോടുകൂടെ മരിക്കണമോ മോളെ? ഈ ശുദ്ധിയും അശുദ്ധിയും വേർതിരിച്ച് പഠിച്ച് ഇബാദത്ത് ചെയ്യാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിനക്ക് പ്രവേശനം ഇല്ല. നീ സ്വർഗത്തിലങ്ങ് ചെന്നാലോ അല്ലാഹു തആല ഹൂറികളാകുന്ന സ്വർഗീയ വനിതകളെക്കാൾ ഇവിടെ മെൻസസ് പീരീഡും പ്രസവത്തിന്റെ ബ്ലഡ് പീരീഡും ഒക്കെ കഴുകി വൃത്തിയാക്കി കുളിച്ചു ശുദ്ധിയായി നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ സ്വർഗത്തിലോട്ട് കടയിൽ ചെല്ലുമ്പോൾ നഹ്നുൽ മുത്തഹിറാത്തു മാ തഖർതുന്ന, ആ പെണ്ണുങ്ങൾ അങ്ങനെ ചെല്ലുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ പാടും നഹ്നുൽ ഖാലിദാത്തു ഫലാ നബിദു നഹ്നുൻ നഈമത്തു ഫലാ നബ്അസു നഹ്നു റാളിയത്തു ഫലാ നസ്ഖുതു തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ പെണ്ണുങ്ങള് പിന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ, അത് ഇപ്പൊ പറയുന്നില്ല. ഒരു നാത്തു നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ അവളെ ഒരാഴ്ച ഇട്ട് പാടുപെടുത്തും. അതൊക്കെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു രസമാണ്. ചില പെണ്ണുങ്ങൾക്ക് അതൊക്കെ ഒരു വലിയ വിഷമവുമാണ്. ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോ അവിടുത്തെ കാരണവന്മാരാണല്ലോ ഹൂറികള്, അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ കുത്തിയിരിക്കുന്ന ഇങ്ങനെ പാട്ട് പാടുകയാണ്. നമ്മുടെ ഖദീജ ബീവിയും ആയിഷ ബീവിയും നമ്മുടെ സൈനബായും ഫാത്തിമയും ഒക്കെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ അവരെങ്ങനെ പാടും. അവരുടെ പ്രകീർത്തനം അവര് തന്നെ പ്രകീർത്തിക്കും. ഞങ്ങളാണ് കാലാകാലം ഞങ്ങൾ സ്വർഗത്തിലാണ്, ഞങ്ങളുടെ ജനനവും സ്വർഗമാണ്, ഞങ്ങളുടെ നിലനിൽപ്പും സ്വർഗമാണ്, ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കാണ്, എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാടുമ്പോ മഹദിയായ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലേ, ആയിഷാ ബീവി തിരിച്ചങ്ങ് പാട്ടുപാടും. നഹ്നുൽ മുസല്ലിയാത്തു മാ സല്ലൈതുന്ന മാ സല്ലൈതുന്ന നഹ്നുൽ മുതവല്ലിആത്തു മാ തവല്ലഅതുന്ന മാ തവല്ലഅതുന്ന തുബാ ലിമൻ കാന ലനാ വകുന്ന ലഹു തുബാ ലിമൻ കാന ലനാ കുന്ന ലഹു. ആയിഷായെ പാടും, നിസ്കരിച്ചോരാ ഞങ്ങൾ നിസ്കരിച്ചോരാം, ധർമ്മം ചെയ്തോരാം ഞങ്ങൾ ധർമ്മം ചെയ്തോരാം. നമ്മൾ ചെയ്ത അമലുകളെ കുറിച്ച് അവരെങ്ങനെ പാട്ടുപാടുമ്പോ പല്ല് ഒളിച്ചിങ്ങനെ ഇരിക്കും. ഓരോ ഒന്നും എടുത്തിട്ടുണ്ടോടി ഇനിയൊക്കെ, ഓരോ ഒക്കത്ത് നിസ്കരിച്ചിട്ടുണ്ടോടി ഇനിയൊക്കെ, ഒരു 10 പൈസ ധർമ്മം ചെയ്തിട്ടുണ്ടോടി ഇനിയൊക്കെ. അതാണ് ആയിഷാവി ചോദിച്ചതിന്റെ അർത്ഥം. ഞങ്ങളെ നിസ്കരിച്ച്, ഞങ്ങൾ നോമ്പ് നോറ്റ്, ഞങ്ങൾ ഒളുവെടുത്ത്, ഞങ്ങൾ കുളിച്ച്, ഞങ്ങൾ ഹജ്ജ് ചെയ്ത്, ഞങ്ങൾ തഹാറത്തെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടത്തി വിട്ടതാണ് അല്ലാഹു തആല.
നിന്നെയൊക്കെ എന്തിന് കൊള്ളാടി എന്ന് പറഞ്ഞിട്ട് നല്ല രണ്ട് പാട്ടുപാടി അവിടെ അങ്ങ് ഇരുത്തും. ആയിഷ ബി റളിയല്ലാഹു അൻഹാ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞതാ. അതുകൊണ്ട് കുളിച്ചൊരുങ്ങി പൊയ്ക്കോ പെങ്ങന്മാരെ, ഒളുവെടുത്ത് നിസ്കരിച്ചിട്ട് പൊയ്ക്കോ പെങ്ങന്മാരെ. ഹൂറിനീങ്ങളെക്കാൾ പദവി ദുനിയാവിൽ നിന്ന് കടന്നു വരുന്ന പെങ്ങന്മാർക്കുണ്ട്.